ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ കാലവും എല്ലാവരെയും ഒന്നുപോലെ ആർക്കും പറ്റിക്കാൻ സാധിക്കില്ല. ഈ സ്വതന്ത്ര ഭാരതത്തിൽ എത്രയോ കൊല്ലങ്ങളായി ഒരു മത ബോർഡ് സ്ഥിതി ചെയ്യുന്നു. ഇതുവരെ ആരാലും എതിർക്കപ്പെട്ടിട്ടില്ല, ആരാലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അവർ അവരുടെ വേട്ട നിർദ്ദയം തുടരുകയായിരുന്നു. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർ ലക്ഷ്യബോധത്തോടുകൂടി വ്യാപൃതരായിരുന്നു. അതാണ് നമുക്കൊരു വഖഫ് സൈറ്റ് ഒക്കെ കാണിച്ചു തരുന്നത്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്, ഏതൊക്കെ മേഖലകളാണ്, ഏതൊക്കെ സർവേ ആണ്, ഏതൊക്കെ ജില്ലകളാണ്, താലൂക്കുകളാണ്, സംസ്ഥാനങ്ങളാണ്, വഖഫ് ബോർഡിന്റെ അണ്ടറിലുള്ള പ്രോപ്പർട്ടിയുടെ ലിസ്റ്റ് അടക്കം, അതിന്റെ സർവേ, നികുതി, റീസർവേ, രജിസ്ട്രേഷൻ, വർഷങ്ങൾ എല്ലാം അടക്കം കുത്തിയിരുന്ന വഖഫ് സൈറ്റിലേക്ക് ഇവർ അപ്ലോഡ് ചെയ്തിരുന്നു. ഇവരും ധരിച്ചത് ഇങ്ങനെ തന്നെ, ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടില്ല. കാരണം നരസിംഹറാവു ആയിരുന്നാലും, നെഹ്റു ആയിരുന്നാലും, സോണിയാഗാന്ധി ആയിരുന്നാലും, ഉമ്മൻചാണ്ടി ആയിരുന്നാലും, ഇവരെല്ലാവരും വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തതെല്ലാം. വഖഫ് ഭേദഗതി ബില്ല് ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും നൽകി. ഇതുകൊണ്ട് മറ്റ് ചില ഗുണങ്ങൾ കൂടി ഉണ്ടായി. ഈ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാ മേഖലകളിലും ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങളല്ല പ്രാബല്യത്തിൽ ഉള്ളത് എന്ന് ജനങ്ങൾക്കൊരു ബോധം വെച്ചു. അവർക്കത് മനസ്സിലായി. ഇതുവരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്, അയ്യോ ജനാധിപത്യം ഒരു മാങ്ങാത്തൊലിയുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അതുക്കും മേലെ ഈ രാജ്യത്ത് വെറും ആനപ്പിണ്ടത്തിന്റെ വില പോലും ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകാതെ ഇവിടെ അതുക്കും മേലെ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഭരണഘടന ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മതപരമായിട്ടുള്ള ഭരണഘടന, ശരീഅത്ത് നിയമം. ആ നിയമത്തിന്റെ അണ്ടറിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കേണ്ടത്. എല്ലാവർക്കും ഇത് ബാധകമാണ്. ശരീഅത്ത് നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പൊ നോക്ക്, മുകേഷ് അംബാനി, ഇയാളുടെ വീടിന്റെ വില എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു പക്ഷേ ഓരോ ഏരിയയ്ക്കും ഓരോ സ്ഥലത്തിനും ഒരു വിലയുണ്ട്. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടുന്ന ഒരു മൂല്യമുണ്ട്. അതിനനുസരിച്ച് മാത്രമായിരിക്കുമല്ലോ അതിന്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. ഇത് അതുക്കും മേലെ യഥാർത്ഥ വില. അത് ഇപ്പോൾ വഖഫ് ബോർഡ് പറയുന്നു, മുകേഷ് അംബാനിയുടെ വീടിരിക്കുന്ന പ്രോപ്പർട്ടി വഖഫിൻ്റെതാണ്. വഖഫ് ബോർഡ് അത് ഉന്നയിക്കുന്നതോടുകൂടി അത് വഖഫ് ബോർഡിൻ്റെതായി മാറിക്കഴിഞ്ഞു. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കുമ്പോൾ മുകേഷ് അംബാനി മുസ്ലിം അല്ല, മുകേഷ് അംബാനി ശരീഅത്ത് നിയമപ്രകാരം ജീവിക്കുന്ന ആളല്ല എന്ന് കരുതി മുകേഷ് അംബാനിക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. മുകേഷ് അംബാനിക്ക് പരാതിപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ശരീഅത്ത് നിയമം മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാണോ? അല്ല. ഈ നിയമം മുകേഷ് അംബാനിയും പാലിച്ചേ പറ്റൂ. മുകേഷ് അംബാനിക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഈ ശരീഅത്ത് നിയമം ഈ സ്വതന്ത്ര ഭാരതത്തിലെ സകലമാന ആളുകളിലേക്കും ഇവർ അടിച്ചേൽപ്പിക്കുവാണ്. ഇതുകൊണ്ട് മറ്റൊരു കാര്യമുണ്ടായി. ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രോപ്പർട്ടികൾ വീതം വഖഫ് ബോർഡ് കൊള്ളയടിക്കാൻ തുടങ്ങിയതോടെ ഒരു കാര്യം ആളുകൾ മനസ്സിലാക്കി. ഇവിടെ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നത് ഇതുപോലെയുള്ള ചില വസ്തുതകൾ മുന്നിൽ കണ്ടിട്ടാണ്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം മതവൽക്കരിക്കണം, ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോ മുസ്ലിങ്ങളുടെ അവരെടുത്തോട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച്, നാളെ പരലോകത്ത് സ്വർഗം ആഗ്രഹിച്ച് നമ്മൾ മരിച്ചു മണ്ണിനോട് ചേർന്നാലും ശരി,
ഖബറിലേക്ക് ഇതിന്റെ ഒരു ഗുണം കിട്ടത്തക്ക രൂപത്തിൽ അതൊരു മസ്ജിദായോ മദ്രസയായോ ഇസ്ലാമിക സ്ഥാപനങ്ങളായിട്ടോ ഒക്കെ അള്ളാഹുവിന്റെ വാക്യം വളരുന്നതിന് വേണ്ടി ഇതങ്ങനെ തുടർന്ന് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ കൊടുത്തോട്ടെ. ആ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിടിച്ചു പറിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇതിനെതിരെ നമ്മൾ ശബ്ദിച്ചേ പറ്റൂ എന്ന് ആ മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടായി. അവര് മനസ്സിലാക്കി, ഇനിയും നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ, ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ കുടിയേറ്റക്കാരായി മാറും. ഇവർ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളും ഈ രാജ്യത്തിന്റെ ഒന്നാം കിട പൗരന്മാരുമായി മാറുമ്പോൾ നമ്മൾ ഈ രാജ്യത്ത് ഒന്നുമല്ലാതായി മാറും. 1947 ഒരു തുള്ളി രക്തം ചിന്താതെ 10 രൂപയ്ക്ക് കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ചെങ്കിലും കുത്തേണ്ടി വന്നില്ല, കത്തി വാങ്ങേണ്ടിയും വന്നില്ല. എന്നിട്ട് ഇവര് പാകിസ്ഥാൻ വാങ്ങി. ഇനിയും അവര് കുത്തി വാങ്ങും ഹിന്ദുസ്ഥാൻ എന്നാ പറയുന്നത്. ഇവർക്കിവിടെ ഒരു അൽ ഹിന്ദ് എന്ന ഒരു രാജ്യം സ്ഥാപിക്കാൻ, ഈ ഭാരതം എന്ന പേര് തന്നെ മണ്ണിട്ട് മൂടാൻ തയ്യാറായിരിക്കുകയാണ് എന്ന ബോധം ആ മുസ്ലിങ്ങൾക്കുണ്ടായി. അവർ ഐക്യപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഇവര് ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിട്ടും, വിവിധ സംഘടനകളും നേതാക്കന്മാരും ഒക്കെ വിചാരിച്ചിട്ടും ഉണ്ടാകാതിരുന്ന ഒരു ഐക്യം ഈ സ്വതന്ത്ര ഭാരതത്തിൽ വഖഫ് ബോർഡ് കാരണമുണ്ടായി. ഇവിടെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഒരു ചേരി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അത് അർത്ഥവത്തായി മാറി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് ദേശസ്നേഹികളായിട്ടുള്ള ദേശീയ മുസ്ലിങ്ങളും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നു. നമ്മൾ ഇപ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്ക് ശബ്ദിക്കേണ്ടി വരില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചാൽ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ലോകത്തെ അറിയിക്കാൻ ഇതൊരു നല്ല സാഹചര്യമാക്കി എടുക്കണം എന്ന ബോധം ഈ സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ അമുസ്ലിങ്ങൾക്കും ഉണ്ടായി. ഇപ്പോൾ വഖഫ് വിഷയം വന്ന സമയത്ത് മുനമ്പത്തായിരുന്നാലും ഫറൂഖ് കോളേജിലെ ആയിരുന്നാലും ഇവിടത്തെ ഒക്കെ ആളുകൾ ഒരുമിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം രൂപപ്പെട്ടു. അവർക്ക് മനസ്സിലായി വഖഫ് ബോർഡിന്റെ ലക്ഷ്യം എന്താണ്. ഒരു ഭാഗത്തുകൂടി മതം മാറ്റി ഇവർ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ. വേറൊരു ഭാഗത്തുകൂടി നാർക്കോട്ടിക് ജിഹാദിലൂടെ ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്തുകൂടി പ്രലോഭനം, ഭീഷണി, അങ്ങനെ ഒരുപാട് മാർഗത്തിലൂടെ ഇസ്ലാമിനെ വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവർ സ്വതന്ത്രമായും സ്വസ്ഥമായും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചവിട്ടി തേക്കുക കൂടി ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇവർ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നു. ഇവർ ഈ കുഴികുത്തി മൂടാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്, ഈ രാജ്യത്തിന്റെ സമാധാനത്തെയാണ്. അതുകൊണ്ട് ഇതിനെ ഇനി അങ്ങനെ വിടാൻ പാടില്ല എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചു. ഇസ്ലാമിക ദേശീയ ഗാനം ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ പിടികൂടണം. ജനാധിപത്യ ഭരണഘടനയ്ക്ക് സമാന്തരമായി ഒരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ പിടികൂടണം. അതുകൊണ്ട് ഭരണഘടനയെ അവമതിക്കുകയും ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും അപമാനിക്കുകയും ഈ ഭാരതത്തെ തകർക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു തീവ്രവാദികളെയും ഭീകരവാദികളെയും നിയമത്തിന്റെ കരുക്കൾ നീക്കി തീഹാർ ജയിലിൽ അടയ്ക്കുക വേണം എന്ന ബോധ്യത്തോടുകൂടി നരേന്ദ്രമോദി ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീവ്രവാദികൾ ജാഗ്രത. നന്ദി.